കാപ്പിയപ്പച്ചില്ല കാവ്യ മുതലപ്പുണ്ട്. മുടി കെട്ടിയിട്ട് കമ്മലിടാം അല്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. ലൈഫിലെ വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസും റോളർ കോസ്റ്റർ റൈഡ്സിനും ഒക്കെ ശേഷം ഫൈനലി ബാക്ക് ടു ട്രാക്ക്. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോസ് പിന്നെ ഇടുന്നുണ്ട്, ലോങ് വീഡിയോ ഞാനിപ്പം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിപ്പം ഞാൻ ആലുവയിലാണുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് നോക്കാം. ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്നെ എന്താ ഇപ്പോൾ വീഡിയോ ഇടാത്ത, ആക്റ്റീവ് അല്ലല്ലോ, സീരിയൽസ് ചെയ്യുന്നില്ലേ? അപ്പോൾ സീരിയൽസൊക്കെ ഉടനെ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും മൊത്തത്തിലൊരു കംബാക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് യൂട്യൂബാണെങ്കിലും സീരിയലാണെങ്കിലും. അപ്പോൾ എന്നെ അന്വേഷിച്ച എവിടെയാണ് ഒരു വിവരമില്ലല്ലോ, എന്താണ് വീഡിയോസ് ഇടാത്തത്, പോസ്റ്റ് ഇടാത്തത് എന്നൊക്കെ ഒരുപാട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഞാൻ അത്യാവശ്യം ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര സ്നേഹം അറിയിക്കുന്നു. എന്താ പറയുക, ഭയങ്കര ഫോർമലായി ഞാൻ സംസാരിച്ചല്ലേ. എല്ലാവരോടും എൻ്റെ സ്നേഹാന്വേഷണം അങ്ങനെ പറയാതെ അങ്ങനെ എന്നെ ചോദിച്ച, അങ്ങനെ അന്വേഷിച്ച എല്ലാവരോടും എനിക്ക് ഭയങ്കര സ്നേഹവും നന്ദി. കാരണം അങ്ങനെ ചോദിക്കാനുള്ള ഒരു മനസ്സ് ഭയങ്കര നല്ലതാണ്. മൊത്തത്തിലെല്ലാം ഞാൻ നിർത്തിയായിരുന്നു, ലൈക്ക് ആക്ടിങ്, യൂട്യൂബ് എല്ലാം അങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് മൊത്തത്തിൽ ലൈഫ് ഒന്ന് ബ്രേക്കായി. അപ്പം ആ ബ്രേക്കിൽ നിന്ന് എഗെയിൻ ഒരു റീസ്റ്റാർട്ട് പോലെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം അത്രയും നാളും എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ മുതലേ ഫോളോ ചെയ്യുന്നതും എനിക്ക് റിപ്ലൈ തരുന്നതൊക്കെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇപ്പോഴും അതേപോലെ സപ്പോർട്ടും സ്നേഹവും തരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ തുടങ്ങാം. ഫസ്റ്റ് പല്ല് തേക്കണം, സ്കിൻ കെയർ ചെയ്യണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ എൻ്റെ സ്കിന്നൊക്കെ തിരിച്ച് പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതെല്ലാം റൂട്ടീൻ കറക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഫേസ് വാഷ് ഒക്കെ വാങ്ങിക്കാൻ ഇരുന്ന സമയത്താണ് ഒരു വിൽവേയുടെ ഈ ഒരു, ഇത് ആക്ച്വലി ഒരു പൗഡറാണ്. ഇത് വിൽവേയുടെ ആണ്. പൗഡർ മിൽക്ക് പൗഡർ ഫേസ് വാഷ് ആണ്. അപ്പോൾ ഈ ഒരു കോംബോ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് ഓൾസോ മേക്ക് യുവർ സ്കിൻ സോ ഹെൽത്തി. ശരിക്കും നമ്മൾ സ്കിന്നിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ സ്കിന്നിന് ചേരുന്ന കറക്റ്റായിട്ടുള്ള 1-2 പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താൽ മതി. ഈ ഒരു ഫേസ് വാഷിലുണ്ടല്ലോ ഈ റൈസ് മിൽക്കിൻ്റെ ഇൻഗ്രീഡിയൻസും പെപ്പൈൻ എൻസൈമും പിന്നെ ഹൈലറോണിക് ആസിഡും ഉണ്ട്. അതുകൊണ്ട് നല്ല സ്കിന്ന് നല്ല ജെൻറ്റിലായിട്ടാണ് ക്ലെൻസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഹാർഷായിട്ടുള്ളൊരു ക്ലെൻസിങ് ഇഫക്റ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ. പിന്നെ നമ്മുടെ സ്കിന്ന് നല്ല ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റിയിട്ട് നല്ല ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പൊതുവേ ബ്രൈറ്റനിങ് ഫേസ് വാഷൊക്കെ സ്കിന്നൊന്ന് ഡ്രൈ ആക്കുന്നൊരു ടെൻഡൻസി ഉണ്ട്, പക്ഷേ ഇത് ഡ്രൈ ആക്കുന്നുമില്ല. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഞാൻ ഈ ഒരു ടീഷർട്ട് തിരിച്ചായിട്ടിരിക്കണേ. നൗ ലെറ്റ്സ് അപ്ലൈ സിറം. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന സിറമാണ്, ഈ വിൽവേയുടെ ഈ ഒരു മിൽക്ക് ഡ്രോപ്സ് ബ്രൈറ്റനിങ് സിറം. ഇതെൻ്റെ ഫേസിലുണ്ടായിരുന്ന ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. രാത്രി ഞാൻ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ളൊരു സിറമാണ്, അതൊരു റിപ്പയറിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഞാൻ മോർണിംഗ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം എനിക്ക് തോന്നുന്നു ദിസ് ഈസ് മൈ 3rd ബോട്ടിൽ. നന്നായിട്ട് ഫേസ് നല്ല ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പിഗ്മെൻറ്റേഷൻസും ഭയങ്കരമായിട്ട് കുറയ്ക്കും. നിങ്ങൾക്ക് ഈ കുരു പോലെ നമ്മൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കറുത്ത് ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കംപ്ലീറ്റ്ലി ഫീഡ് ചെയ്യുന്ന. ദിസ് ഈസ് മൈ സ്കിൻ വിത്തൗട്ട് എനി മേക്കപ്പ്. ഇതിൽ ആൽഫ ആർബുറ്റിനും റൈസ് മിൽക്ക് എക്സ്ട്രാക്റ്റും മെറൈൻ ആൽഗയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ചൊരു നാച്ചുറൽ ഗ്ലോ തരും കേട്ടോ ഇത്. പിന്നെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ചില സിറംസ് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒരു നോൺ സ്റ്റിക്കി ഫോമുലയാണ്. അതായത് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പൊക്കോളും. അപ്പോൾ നമ്മൾ ഡെയിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ വിൽവേയുടെ വെബ്സൈറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റ്സും അവൈലബിൾ ആണ്. പിന്നെ ഒരു എക്സ്ട്രാ 20% ഓഫ് കിട്ടാൻ എൻ്റെ കൂപ്പൺ കോഡായ ഗൗരി20 എന്നുള്ളത് യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങണം. പക്ഷെ ഞാൻ ഇന്ന് തന്നെയല്ല കേട്ടോ മേക്കപ്പ്. എലീന എന്ന് പറയുന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും. ഹെയർ സ്റ്റൈലർ കം മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ആൾ. സിത്താര സീരിയലിൻ്റെ ഹെയർ സ്റ്റൈലറാണ്. അപ്പോൾ എനിക്കൊന്ന് ഗ്ലാം സ്റ്റുഡിയോ അങ്ങനെ എന്തോ ആണ് ഇൻസ്റ്റഗ്രാമിലെ പേര്. അപ്പോൾ അവർ വന്നിട്ട് റെഡിയായിട്ട് കല്യാണത്തിന് പോവാം.
ഇത് ഹെയർ സ്റ്റൈലർ കം ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അലീന. ഇത് കോസ്റ്റ്യൂമർ നേഹ. ഞാനൊന്ന് പോയിട്ട് വരാം. എവിടെ എവിടെ പോവാൻ? തരോ? പിന്നെ രാവിലെ അമ്പലത്തിൽ പോയി കല്യാണമൊക്കെ കഴിച്ചില്ല, കണ്ടു. അമ്പലത്തിൽ പോയി കല്യാണം കണ്ടു. എനിക്ക് ആക്ച്വലി അമ്പലത്തിൽ ഇടാൻ ഡ്രസ്സ് ഇല്ലായിരുന്നു, അവിടെ ഞാൻ വ്ളോഗായിട്ട് എടുക്കാൻ നിന്നില്ല. കൈ കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്ത് ഓടിപ്പോയി താലികെട്ട് കണ്ടിട്ട് ഇതാ ഗെറ്റിംഗ് റെഡി. ഇവർ ഒരുങ്ങി സുന്ദരി കുട്ടികളായിട്ടാണ് വന്നത്. ആ മുഖത്തെ ഗ്ലോ നോക്കൂ. ഗുളോ ക്യൂട്ട്നെസ് എന്നിട്ട് ഒരുപാട് നല്ല രസമാണ്. നോക്കല്ലേ കാപ്യപ്പത്തിലെ കാവ്യ മുതലപ്പെടുന്നുണ്ട്. അങ്ങനെ പറയല്ലേ, ഒരുങ്ങിക്കിട്ട് ഞങ്ങള് വന്നില്ലേ. എനിക്ക് ശരിഞ്ഞേ ശരിക്കും തിരി കറങ്ങിപ്പോരി. എന്നിട്ട് കുറച്ച് ഫ്രണ്ട് ഇങ്ങനെ താങ്ക് യു. അയ്യോ